നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. നമുക്ക് മികച്ച ആരോഗ്യത്തിന് വെജിറ്റേറിയൻ ഫുഡാണോ നോൺ വെജിറ്റേറിയൻ ഫുഡാണോ നല്ലത്? ആക്ച്വലി നമ്മൾ അധികം പഠിച്ചേക്കണമെന്ന് വെച്ചാൽ ഇറച്ചി, മീൻ, മുട്ട ഒക്കെയാണ് ആരോഗ്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്നൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ പ്രോട്ടീനും ഫാറ്റും ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫുഡുകൾ ധാരാളം കഴിക്കണമെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ച ആരോഗ്യത്തോടെ 100 വയസ്സ് പിന്നിട്ട നിരവധി ജനങ്ങളെ ആർഷഭാരതത്തിൽ നമുക്ക് കാണാവുന്നതാണ്. കാരണം അവർ കൂടുതൽ പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിൽ പോലും അവർ പാലുൽപ്പന്നങ്ങളും നെയ്യും വെണ്ണയും തൈരും ഒക്കെ അവരുടെ ഭക്ഷണത്തിലുണ്ടായിരുന്നു. അതുകൂടാതെ അവർ എല്ലാ വെജിറ്റബിൾസും ഓർഗാനിക് ലെവലിൽ കാലറി മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ ടൈപ്പ് ഫുഡുകളും, അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പോലെയല്ല. അന്ന് നമുക്ക് നാച്ചുറലായിരുന്നു വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ്, അതുപോലെ സീറിയൽസ്, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, നട്ട്സ്, ഇതെല്ലാം ഇവർ നല്ല രീതിയിൽ ഡിസിപ്ലിൻഡായിട്ട് അവരുടെ ഡൈജഷന് അനുയോജ്യമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മൾ കേരള സംസ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്പൈസസിന് പ്രാധാന്യം കൂടി. ഇപ്പം നമുക്ക് മീൻ വെച്ചാലും അല്ലെങ്കിൽ ഏതെങ്കിലും കറികൾ വറുത്തരച്ച് കറികൾ ഉണ്ടാക്കുന്നു. എരിവും പുളിയും മസാലയുടെ അതിപ്രസരമാണ് നമ്മുടെ മലയാളികളുടെ ഫുഡിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഫുഡ് സായിപ്പന്മാരൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഫെയിൻ്റായി പോകുന്നതെന്ന് പറയും. അത്രമാത്രം എരിവും പുളിയും മസാലയും ഉപയോഗിക്കുന്ന മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല. അല്ലെങ്കിൽ വേൾഡ് വൈഡ് നോക്കിയാൽ പോലും നമ്മളാണ് ഏറ്റവും കൂടുതൽ എരിവും പുളിയും മസാലയും. എരിവും പുളിയും മസാലയുടെ ആധിക്യം നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവലിൽ ഒരു ഡിസ്ഹാർമണി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ പോലും, ഇപ്പോൾ സായിപ്പ് നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ സായിപ്പ് കഴിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ഒരു മീറ്റിൻ്റെ കൂടെ സോസും ഒക്കെ കൂട്ടി കഴിക്കുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത്. നമ്മൾ പക്ഷേ കഴിക്കുന്നതെന്ന് വെച്ചാൽ നല്ല എരിവും പുളിയും മസാല ഉണ്ടെങ്കിൽ നമുക്ക് നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ അതുകൂടാതെ ഇപ്പം നമ്മൾ ജങ്ക് ഫുഡ്സായിട്ട് ഇപ്പം നമുക്ക് കുഴിമന്തിയോ അല്ലെങ്കിൽ ബർഗറോ പിസയൊക്കെ വരുമ്പോൾ അവിടെ പ്രിസർവേറ്റീവ്സും കളേഴ്സും അജിനോമോട്ട അങ്ങനെ പോലെയുള്ള പലപ്പോഴും ആരോഗ്യത്തിന് ഹാനികരമായ പല ചേരുവകളും ടേസ്റ്റ് മേക്കേഴ്സ് വരുന്നു. അപ്പോൾ നമുക്ക് വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം. പക്ഷേ നമുക്ക് രോഗം വരാനുള്ള സാധ്യത നമ്മുടെ പല ഓർഗൻസിനും ഡാമേജ് ആവുന്ന രീതിയിലുള്ള ഫുഡുകളാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും ഡൈജഷനും മെറ്റാബോളിസവും ഒരുപോലെയില്ല. ചിലർക്ക് പ്രോട്ടീൻ അബ്സോർപ്ഷൻ കൂടുതലുണ്ട്, ചിലർക്ക് പ്രോട്ടീൻ ഡിസഗ്രി ചെയ്യുന്നു, ഫാറ്റ് ഡിസഗ്രി ചെയ്യുന്നു. അപ്പം നമ്മൾ ഒരു വ്യക്തിയാധിഷ്ഠിതമായിട്ട് ഓരോ വ്യക്തിയെയും അവരുടെ മെറ്റാബോളിസം, ഡൈജഷൻ, അബ്സോർപ്ഷനൊക്കെ പരിഗണിച്ച് അത് മനസ്സിലാക്കി ഒരു ഫാമിലി ഡോക്ടറുടെ നിർദ്ദേശത്തോടെ ഫുഡുകൾ കഴിച്ചാൽ നമുക്ക് വെജിറ്റേറിയനും നന്നായി കഴിക്കാം, നോൺ വെജിറ്റേറിയനും കഴിക്കാം. കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങളില്ലാതെ ആരോഗ്യപരമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് സത്യം.